You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. Dulquer Salmaan, as an actor and a producer, really saw something of potential in the story. Kalyani's character, I think there was a lot of talk online about why are we casting her, but I think no one's asking that anymore. Key characters വരുന്നതിന്റെ അവരുടെ കോസ്റ്റ്യൂമിലെല്ലാം കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. Even if it's a painting, there is a reason the painting is in the film. Kiliye Kiliye has become very popular. So ആ സോങ് ഞാൻ അത് സജസ്റ്റ് ചെയ്യാൻ അവിടെ കാരണം was because പല നാടുകളിലൂടെ ആ ഒരു ലിറിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ തന്നെ കുറച്ച് ക്രിറ്റിക്സും ഉണ്ട് ഈ ഫിലിമിൽ. പ്രിവിലേജിന്റെ കാര്യമാണെങ്കിലും ജെൻഡർ പോളിറ്റിക്സിന്റെ കാര്യമാണെങ്കിലും ഐ ഗിവ് ഹ്യൂജ് ക്രെഡിറ്റ് ടു നസ്ലിൻ ആസ് ആക്ടർ. സോ ഇറ്റ് വാസ് എ പ്ലെഷർ ടു വർക്ക് വിത്ത് യങ് ആക്ടേഴ്സ്, യങ് മെയിൽ ആക്ടേഴ്സ് who don't want to be ende thala ende full figure. Tanilogam Orkari chedappo I wrote a 4-page concept note. He was talking about this project to Dulquer and Dulquer was like, why don't you pitch it to us? There's a huge army of women who worked on this project, and I hope this leads to more films where women are given a lot more to do. Second part na sherikum ipo ആരായിരിക്കും എന്നും ആ കഥ എന്താണെന്നുള്ളതിന് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ട്. ശാന്തി ബാലചന്ദ്രനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ശാന്തി, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. ലോക പോലൊരു സിനിമ നമ്മളുടെ ഒരു മലയാള സിനിമയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വരുന്നു. നമ്മളൊരു പാൻ ഇന്ത്യൻ ക്ലെയിം ഒന്നും ഇല്ലാതെ തന്നെ ആ സിനിമ ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്തുന്നു. അതിന് പാൻ ഇന്ത്യൻ അപ്രീസിയേഷൻ കിട്ടുന്നു. അപ്പോൾ ലോക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും പേഴ്സണൽ എക്സ്പീരിയൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമയാണ്. ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ലോകയുടെ പാർട്ടാവുന്നത്? ഞാനും ഡൊമിനിക്കും ക്രിയേറ്റീവ്ലി കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ ഡൊമിനിക് ആയിരുന്നു, തരംഗം. അപ്പൊ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ആൻഡ് വി തരംഗം കഴിഞ്ഞിട്ടുള്ള there was a period, ഒരു fallow period where neither of us had any work. ആ സമയത്താണ് we started discussing what we could do. അപ്പൊ ഒരു ചെറിയ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ത്രെഡ് ആലോചിച്ച് അപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. അത് വേറെ ഒരു സ്ക്രിപ്റ്റ്. അപ്പൊ അങ്ങനെയാണ് വി ഡിസ്കവേർഡ് ദാറ്റ് വി ആർ റിയലി ഗുഡ് ആസ് റൈറ്റിംഗ് പാർട്ട്നേഴ്സ് ബിക്കോസ് ഹിസ് സ്ട്രെങ്ത് ആർ വെരി ഡിഫറെന്റ് ഫ്രം മൈൻ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ദർ ഇസ് ദിസ് എക്സൈറ്റിംഗ് എലിമെന്റ് ഓഫ് ഡിസ്കവറിംഗ് വാട്ട് ഈച്ച് അതർ ക്യാൻ ഡു ആൻഡ് ലേണിംഗ് ഫ്രം ഈച്ച് അതർ, ആൻഡ് ദാറ്റ് വാസ് എ വെരി ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തത് ഒബ്ലിവിയൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ ആണ്. 2021 അത് റിലീസ് ചെയ്തത്. വി ഷോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേവ് ഓഫ് ദ പാൻഡമിക് 2020. അപ്പോൾ കുറെ ക്രിയേറ്റേഴ്സ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ചെയ്ത അശ്വിൻ രഞ്ജു സെഡ് ദാറ്റ് ഹീസ് ഡൺ ദിസ് സോങ് വിത്ത് ഹരിശങ്കർ ആൻഡ് ഇതിനൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹി അപ്രോച്ച്ഡ് അസ്. അശ്വിൻ ആയിരുന്നു തരംഗത്തിന്റെ മ്യൂസിക് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ ലിറിക്സ് ബ്യൂട്ടിഫുൾ. മനു മഞ്ജിത്താണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ വാസ് ഇനഫ് റൂം ഇൻ ഇറ്റ് ടു ഇന്റർപ്രിറ്റ് ഇറ്റ് ഐദർ ആസ് എ റൊമാൻറ്റിക് സോങ് ഓർ സംതിങ് എൽസ്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് it set us on this different journey. എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയത് there was room to explore the space between life and death എന്നായിരുന്നു. ഞാൻ ഈ ഐഡിയ ഡൊമിനിക്കിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹി റിയലി ലൈക്ഡ് ഇറ്റ്. സോ ഹി സെഡ് വൈ ഡോണ്ട് യു ഡെവലപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തായിരുന്നു ഒബ്ലിവിന്റെ മ്യൂസിക് വീഡിയോ. സോ ഐ സ്ക്രിപ്റ്റഡ് ദാറ്റ് ആൻഡ് ഡൊമിനിക് ഡയറക്റ്റഡ് ഇറ്റ്. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് നിമിഷും ബംഗ്ലാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. And that was a video which was made on a very modest budget. Crowd fund ചെയ്ത് ഫ്രണ്ട്സ് എല്ലാം ഫണ്ട്സ് തന്നിട്ടാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. But we realized that we had a working equation, all of us together, that was very passionate and very devoted to creating something within our constraints. ആ മ്യൂസിക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് AR Rahman റിലീസ് ചെയ്തിരുന്നു. I sent the video to him and he really liked it.
So we were very lucky that it reached him, and he appreciated it enough to launch it for us. So that was the second sort of collaborative equation we had as writer and director. ഒബ്ലിവിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷൻ തുടങ്ങിയത്. ആൻഡ് ഇറ്റ് വാസ് ഡൊമിനിക്സ് ഒറിജിനൽ ഐഡിയ ടു ബ്രിങ് ക്യാരക്ടേഴ്സ് ഫ്രം ഫോക്ലോർ ഇൻ ടു മോഡേൺ സെറ്റിംഗ്. സോ ആ സമയത്തും പാൻഡമിക് ഒക്കെ ആയതാണ് നമുക്ക് ഇനിയും എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ചെയ്യാമെന്ന് തുടങ്ങിയ ഒരു ഐഡിയ ആണ് അബൌട്ട് ദീസ് 3 ബോയ്സ് ഹു എൻകൗണ്ടർ ദിസ് മിസ്റ്റീരിയസ് ബീങ്. ആൻഡ് അങ്ങനെ അവരുടെ ഒരു ഹ്യൂമറിലൂടെയൊക്കെ പോകുന്ന ഒരു കഥ. പിന്നെ അതിങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വി റിയലൈസ് ദാറ്റ് ദർ വാസ് റൂം ഫോർ എക്സ്പാൻഡിങ് ദ വേൾഡ് എ ലിറ്റിൽ മോർ. നിമിഷ്, പിന്നെ ഡൊമിനിക്, പിന്നെ ഇതിന്റെ ക്രിയേറ്റീവ് ടീമിന്റെ ഭാഗമായ ജിതിൻ പുത്തഞ്ചേരി, ഞങ്ങൾ എല്ലാവരും ഇത് ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ we understood that we can bring in more characters from our myths and legends. അപ്പോൾ ഒറ്റ സിനിമയായിട്ടല്ല, ഇനി അത് ഇച്ചിരി കൂടെ വലുതാക്കാം ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. സോ ഒരു 5-year ജേർണിയാണിത്. ആൻഡ് ബിക്കോസ് നിമിഷ് had such a good working equation with Wayfarer Films and DQ, he had so much faith in what we were creating that he said let's pitch it to Wayfarer. അപ്പോൾ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് ഒരു ഫസ്റ്റ് ഫോം എന്തെങ്കിലും ആയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഗോൺ ത്രൂ മൾട്ടിപ്പിൾ റിവിഷൻസ് ഓവർ ദി ഇയേഴ്സ്. പക്ഷെ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്നു, അങ്ങനത്തെ ഇതിലേക്ക് പോയി. ആൻഡ് ഐ തിങ്ക് ദുൽഖർ സൽമാൻ ആസ് an actor and a producer really saw something of potential in the story, and he decided to back us. And that's when it dawned on us that നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചിരുന്ന സാധനം ഇപ്പൊ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ഗോയിങ് ഫ്രം പേപ്പർ ടു ദ സ്ക്രീൻ എന്നുള്ളത്. Then we had like an intense period of pre-production. Script ശരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് ഒന്ന് ടൈറ്റർ ആക്കാൻ പറ്റുക. Even now there's no claim that it's a flawless script. We still have our own issues with, we could have done this better, we could have maybe added this angane. But we really did the best we could with the knowledge we had at that time. And with working with Dominic as a writing partner has always been a very respectful space. He understands the academic perspectives that I bring in. Ipo ende training anthropology lana, social sciences lana, so the readings that I have are quite different from the perspectives that he has. He is somebody who really knows the people. ഇപ്പൊ urban കോണ്ടെക്സ്റ്റിലാണെങ്കിലും ആൾക്കാർ എങ്ങനെ സംസാരിക്കുന്നു, ഹൗ ഡു ദേ കമ്മ്യൂണിക്കേറ്റ്, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ നസ്ലിൻ, ചന്തു, കുര്യന്റെ ഇവരുടെ ഒക്കെ ഡൈനാമിക്സ്, ദാറ്റ് is like Dominic's sense of humor really coming through, and he has a dark sense of humor which is beautiful for the film. And എനിക്ക് ഉള്ളത് is probably detailing and like narrative arcs and structure. ഇതിൽ എൻ്റെ academic ട്രെയിനിങ്ങിന്റെ ഒരു ഇതും കൂടെയാണ്. So there was a very good give and take between the two of us in terms of how do we bring this story that a lot of people know into the modern world with a twist of our own. So there were lots of things that I was very particular about as a woman and as somebody who has academic training, and he gave me the space to really communicate those things. And we've had many disagreements and we still do, പക്ഷേ there's space for creative disagreement within our partnership, and that is something beautiful. നമുക്ക് എപ്പോഴും ഈ സൂപ്പർ ഹീറോയിൻ ഫിലിം എപ്പോഴും നമ്മൾ വലിയ ഹോളിവുഡ് സ്റ്റുഡിയോസിന്റെ കാണാറുണ്ട്. അപ്പോഴും നമ്മുടെയൊക്കെ ചോദ്യം, നമ്മളുടെ മിത്തൊക്കെ വരുമ്പം അവിടെ എല്ലാം ഒരു ഹൊറർ ഫിലിമിനായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ അതിനൊരു അൾട്ടിമേറ്റ് ഒരു ഫെമിനൈൻ കോർ ഉണ്ട്. അതിനപ്പുറത്ത് മലയാളത്തിലൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആവുന്നു. അതേസമയം തന്നെ അതിനൊരു റീജിയണൽ സ്വഭാവമുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ, ഇവിടുത്തെ റൂട്ട്സ് എന്നുണ്ടാക്കിയ ഒരു ലോക്കലൈസ്ഡ് വേർഷൻ ആയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണെന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോഴും പറയുന്നത് ഈ റൈറ്റിംഗ് വിഷ്വലൈസേഷൻ എന്നുള്ളത് അതൊരു തരത്തിലും പിന്നെ ഓവർ ഷാഡോ ചെയ്യപ്പെട്ടിട്ടില്ല, കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പം എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ലാസ്റ്റ് ഒരു 10 ഇയറിലൊക്കെ തിയേറ്ററിൽ നിന്ന് ഏറ്റവും ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയെക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിൻ്റെ ടോട്ടൽ പാർട്ട്, അതായത് ഇത് എഴുതി തുടങ്ങുന്നത് മുതൽ തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ളൊരു ജേണിയാണല്ലോ.
അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതാണോ ഈ ഒരു ഗ്രാൻഡ് സക്സസ് അല്ലെങ്കിൽ ഇത്ര അപ്രീസിയേഷൻ? ഇത് ഇവിടെ ലോകം ഇങ്ങനെ ഏറ്റെടുക്കപ്പെടും എന്നുള്ളത് ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹമായിരിക്കും, സ്വപ്നമായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഇതായിരിക്കും ഇത് അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. Because I think we were just so focused on making this film. Dominic has also had a long gap after Tarangam. And we both had our own journeys of ups and downs during this period. So when we were coming back to create a film that was going to be his second feature, there were a lot of concerns that we had in terms of, oh, this film has to work for the audience, in terms of just personal career growth. Adallade, this was a story that we had so much fun creating, and we were ഭയങ്കര ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നു. ഇത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന എത്ര നന്നായിട്ട് എടുക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് നമുക്ക് ഇത് ചെയ്യണം എന്നുള്ളത്, അതിലായിരുന്നു നമ്മളുടെ ഫോക്കസ്. ആൾക്കാർ ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇറ്റ് ഹസ് ബീൻ എ ഹ്യൂജ് സർപ്രൈസ് ടു അസ്. ബട്ട് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. ആ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ അന്ന് രാവിലെ റിലീസിന്റെ സമയം വരെ. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് അപ്പൊ ഞാൻ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബൈ ബൈ ബൈപാസിന്റെ അപ്പൊ റോഷൻ വാസ് റിയലി നൈസ് ആൻഡ് ഹി സെഡ് വി കൻ ഓൾ ഗോ ടുഗെദർ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് റിഹേഴ്സലിന് പോകുന്നത്. അപ്പൊ ബൈ ബൈ ബൈപാസിന്റെ ഫുൾ ടീമും ഒക്കെ ആയിട്ടാണ് ഞാൻ ഷോയ്ക്ക് എത്തിയത്. പിന്നെ ഓഫ് കോഴ്സ് ലോക്കയുടെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നു. Full cast ഇല്ലായിരുന്നു. കല്യാണി ആൻഡ് നസ്ലിൻ were not there, but like the majority of the team was there. അപ്പൊ ഇവരുടെ കൂടെ പിന്നെ എന്റെ പേരൻസിന്റെ കൂടെയൊക്കെ സിനിമ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തിറങ്ങിയപ്പോഴത്തേക്കും there are people asking how do you feel about the response, and I genuinely don't know because I watched it with people who know me, and I'm just I'm just happy that ഈ 5 വർഷത്തെ ജേർണി കഴിഞ്ഞ് we've actually created something for the screen that we are happy having created. അപ്പോൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിന്റെ മുമ്പത്തെ വേർഷൻസ് എല്ലാം ചെറിയ സ്ക്രീൻസിലാണ് കണ്ടത്, മ്യൂസിക് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പാണ് കണ്ടത്. സോ ഇറ്റ് വാസ് എ ഫ്രഷ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് സെൻസ് ഫോർ മീ ഓൾസോ. അത് കഴിഞ്ഞിട്ട് ഞാൻ റിഹേഴ്സലിന് പോയി. ഇപ്പൊ റിഹേഴ്സലിന് പോയത് കാരണം ഐ വാസ് ഇൻ എ ഡിഫറെന്റ് വേൾഡ് ഫോർ എ ഗുഡ് 8 hours. കഴിഞ്ഞ് രാത്രി ആവുമ്പോഴാണ് ഞാൻ പിന്നെ തിയേറ്റർ വിസിറ്റിന് വരൂ എന്ന് പറഞ്ഞ് ഐ ജോയിൻ ദ ടീം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ സംതിങ്സ് ഹാപ്പനിങ് വിച്ച് വി ഡി നോട്ട് ആന്റിസിപ്പേറ്റ് എന്നുള്ളത്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഡൊമിനിക് ഓൾസോ ലൈക്ക് ഐ ഹാവ് നോ ഐഡിയ, ലൈക്ക് ഇറ്റ് സീംസ് ടു ബി ഡൂയിങ് റിയലി വെൽ. ഒരു സെൻസ് ഓഫ് ഡിസ്ബിലീഫ് ഉണ്ടായിരുന്നു ബിക്കോസ് വി traveled with it for so long, we've battled so many ups and downs and uncertainties that it was just very overwhelming for us to be received with so much love. And ഇപ്പോൾ ഉള്ള ഒരു സെൻസ് ഇസ് ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത് ശരിക്കും പ്രോസസ് ചെയ്തിട്ടുണ്ടെന്ന്. എസ്പെഷ്യലി ഞാനിപ്പോൾ ഇതിന്റെ ഇടയിൽ 4 സംഘവും റിലീസ് ചെയ്തു, പിന്നെ ബൈ ബൈ ബൈപാസിനും ഫുൾ ഡേ റിഹേഴ്സൽസ് നടക്കുകയാണ്. സോ ഐ ഹാവ് ദീസ് പീരിയഡ്സ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ ഡേ വെൻ ഐ എം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദ വേൾഡ് ഓഫ് ലോക. അത് കഴിഞ്ഞത് പിന്നെ എന്തെങ്കിലും മെസ്സേജ് കാണുമ്പോഴൊക്കെ ആയിരിക്കും ഐ എം ലൈക്ക് ഓക്കെ താങ്ക് യു ലൈക്ക് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് പോകുന്നത്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, നോ വി ഡിഡ് നോട്ട് ആന്റിസിപ്പേറ്റ് this reception. We were just hoping and praying that it works for people. Yeah, I think there's been a lot of generosity as well. കാരണം like I said, നമ്മൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ നമ്മളുടെ വർക്കിന്. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു, ഇത് നമ്മൾ പോളിഷ് ചെയ്യായിരുന്നു, അങ്ങനത്തെ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്. കാണുമ്പോഴും ഐ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് ഫിലിം, ബട്ട് പീപ്പിൾ ഹാവ് ബീൻ വെരി ജനറസ് ഇൻ ദെയർ അപ്രീസിയേഷൻ, ആൻഡ് ദാറ്റ് I think somewhere we managed to create a new experience for them, which is rooted in familiarity. Adana, I think people are showing so much love and we are so grateful as a team. ഇതിന്റെ ഒരു വളരെ തുടക്കം മുതലുള്ള ഒരു ജേർണി എന്ന് പറയുന്ന സമയത്ത് ഒരു അഡീഷണൽ സ്ക്രീൻ പ്ലേ റൈറ്റർ പ്ലസ് ഒരു ഡ്രാമാറ്റോജി, അത് എന്താണത്? ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരു ടേമിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോളിൽ ഒരാൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. ചിലപ്പോൾ ആളുകൾക്ക് ഇതെന്താ ശാന്തി ഇതിനൊപ്പം എന്താ ചെയ്തത് എന്നുകൂടി അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. ബേസിക്കലി ഡ്രാമറ്റോജി നാടകത്തിന്റെ ഒരു സ്പേസിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഡ്രാമറ്റോജി ഇപ്പോൾ ഇസ് ആപ്ലിക്കബിൾ ഇൻ ഫിലിം, ഇസ് ആപ്ലിക്കബിൾ ഇൻ ഡാൻസ്, എല്ലാത്തിലും ഉണ്ട്. ഇറ്റ്സ് ബേസിക്കലി ഒരു നാരറ്റീവ് ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്, അതിന്റെ ആർക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഡയറക്ടറിന് നാരറ്റീവ് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ഡ്രാമറ്റോഗ്. ഇതിൽ ഡ്രാമറ്റോജി എന്നുള്ള ടൈറ്റിൽ എനിക്ക് കിട്ടാൻ ഉള്ള കാര്യം ഓൾസോ ഇസ് ബിക്കോസ് ഓരോ പ്രോജക്റ്റിലും ഡ്രാമറ്റോഗ് ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദ ഡയറക്ടർ വാണ്ട്സ്.
ഇതിൽ I was not just part of the ideation and the research and scripting. I was also part of the production process. A dramaturg operates as a facilitator. അപ്പോൾ ഈ പല ഡിപ്പാർട്ട്മെന്റ്സിലും കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് വിഷനെ കൺസിസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഓരോ ടീമുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണ് ഡ്രാമറ്റിക്. ആ കപ്പാസിറ്റിയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ, വിച്ച് വാസ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ. കോസ്റ്റ്യൂമിൽ മെൽവിയും അർച്ചന കൂടെ വർക്ക് ചെയ്യുക, ഈ ക്യാരക്ടേഴ്സിന്റെ ലുക്സ് ഡയറക്ടർ മിഷന്റെ കൂടെ ഡിസൈൻ ചെയ്യുക. ഇതിൽ കുറച്ച് കീ ക്യാരക്ടേഴ്സ് വരുന്നതിന്റെ അവരുടെ കോസ്റ്റ്യൂമിലെല്ലാം കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിലിംഗിൽ വർക്ക് ചെയ്യുക. പിന്നെ ആർട്ടിലുള്ള കുറെ ബിക്കോസ് ഇതിനൊരു ഹിസ്റ്റോറിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ലെയർ ഉണ്ടല്ലോ. അപ്പൊ അത് അനുസരിച്ച് നമ്മൾ എന്തൊക്കെ ഇമേജറി ആണ് യൂസ് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യും. ഇപ്പൊ ഈവൻ ഇഫ് ഇറ്റ്സ് എ പെയിന്റിംഗ്, ദർ ഇസ് എ റീസൺ ദ പെയിന്റിംഗ് ഇസ് ഇൻ ദ ഫിലിം. And pinne also like very exciting for me and very new for me was working on creating concepts for the songs in the film. ഇപ്പൊ കിളിയെ കിളിയെ has become very popular. So ആ സോങ് ഞാൻ അത് സജസ്റ്റ് ചെയ്യാൻ അവിടെ കാരണം was because പല നാടുകളിലൂടെ ആ ഒരു ലിറിക്സിന്റെ point of view in one, because അഴകിൻ അഴകൻ, that's the first time we see her in a very ultra feminine form, which we are familiar with in other tales which involve this character, പക്ഷെ ഒരു മോഡേണൈസ്ഡ് വേർഷൻ. ആൻഡ് ദാറ്റ് ഫ്രെജിലിറ്റി ആൻഡ് വൾണറബിലിറ്റി ഓഫ് ദ ക്യാരക്ടർ ഓൾസോ. ഒരു കിളിയെ പോലെ ഇങ്ങനെ കൂട് തേടി നടക്കുകയാണ് ആ ക്യാരക്ടർ. അപ്പൊ അങ്ങനത്തെ അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു വന്നാണ്. അപ്പൊ ആ പാട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഈ പാർട്ടി സീക്വൻസ് ആണ്, അതിനൊരു മ്യൂസിക്കലി ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ then we were just discussing and then I was like there's this song, listen to it എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇൻസ്റ്റഗ്രാമിൽ I think there were a few reels at one point. DJ Shekhar ആണ് അതിന്റെ റീമിക്സ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് പ്ലേ ചെയ്ത് I was like listen to the lyrics, it's perfect, like it adds a layer without being very evident. And Dominic was very happy with this idea, so he was like yeah. Pinna DJ Shekhar is also somebody who is close to Wayfarer, so we had access to him. So we told him and he was very excited. He was like yeah we'll do this, the version idil include ചെയ്യാം എന്നൊക്കെ. പിന്നെ ഇപ്പൊ തനിലോക മുറക്കാരി എന്ന് ഞങ്ങളുടെ പാട്ട്, അപ്പൊ അതിനുള്ള കോൺസെപ്റ്റ് നോട്ടും I had written, and then I had really exciting discussions with Mohsen Parari who wrote the lyrics. ഇത് എന്താണ് നമ്മൾ ഈ പാട്ടിലൂടെ, നിങ്ങളുടെ ഐഡിയക്ക് പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല, എല്ലാ ഐഡിയയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. പുതിയത് വന്നാൽ പോലും ഇതിനെ വിട്ട് അല്ലെ അതിന്റെ ഒരു ടോട്ടൽ ഫിലോസഫി വിട്ട് ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണമല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പൊ evidently the first layer of the story as it progresses, and the excitement and the action choreography and just the world that you're being introduced. പക്ഷെ വേൾഡ് ബിൽഡിംഗിൽ ഒരു ലോജിക് ഉണ്ടാവണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം in terms of where you stand with respect to your ideas on certain things. ഇപ്പൊ ഇതിൽ തന്നെ കുറച്ച് ക്രിറ്റിക്സും ഉണ്ട് ഈ ഫിലിമിൽ. പ്രിവിലേജിന്റെ കാര്യമാണെങ്കിലും ജെൻഡർ പോളിറ്റിക്സിന്റെ കാര്യമാണെങ്കിലും ഡിസ്ഇൻഫ്രാഞ്ചൈസ്ഡ് പോപ്പുലേഷൻസിന്റെ നാരറ്റീവ്സ് ആണെങ്കിലും അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, വിച്ച് ഷുഡന്റ് അണ്ടർമൈൻ വാട്ട് യു ആർ ട്രൈങ് ടു ബിൽഡ്. അപ്പൊ ഇതിന്റെ ട്രാക്ക് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതും ഡ്രാമറ്റോഗിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഈ തനിലോക മുറക്കാരി ചെയ്തപ്പോൾ I wrote a 4-page concept note which we shared with Mohsen, and then there was like, so my thing was this is a concept note, take this as a launch pad. ഇതിലുള്ളതെല്ലാം ഈ പാട്ടിൽ വേണമെന്നല്ല, ബിക്കോസ് ഒബ്വിയസ്ലി എക്സാക്ട്ലി അത് ക്രിയേറ്റർ റൈറ്റർ ലിറിസിസ്റ്റിനും ഒരു സ്പേസ് ഓഫ് ഫ്രീഡം ഉണ്ടാവണല്ലോ ടു എക്സ്പ്രസ് വാട്ട് ഹി വാണ്ട്സ് ടു. പക്ഷെ ദിസ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു സേ എന്നുള്ള ഒരു ഇത്. ആൻഡ് ഐ വർക്ക് വിത്ത് ദ റാപ്പർ റെബൽ ഓൾസോ അപ്പോൾ ഫോർ ദ ലിറിക്സ്. പിന്നെ ഇതിൽ ചന്ദ്ര ആദ്യം പാട്ട് കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, അതിന്റെ ഇതിനുള്ള കോൺസെപ്റ്റ് നോട്ടും. പിന്നെ ഫോറസ്റ്റ് പോർഷനിലുള്ള പാട്ടിന്റെ അതില് ഒരു മേഡപ്പ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ റൈറ്റർ ലിറിസിസ്റ്റ് ഹാസ് വർക്ക്ഡ് ഓൺ ഇൻകോർപ്പറേറ്റിംഗ് ഡിഫറെന്റ് ലാംഗ്വേജസ് ടു ക്രിയേറ്റ് ദിസ് ഏൻഷ്യന്റ് ടങ്. പക്ഷെ ആ ലിറിക്സിൽ എന്താണ് നമ്മൾ പറയേണ്ടത്, അതായത് അതിന്റെ സബ് ടൈറ്റിൽസ് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. It's about the tribal cultures being custodians of the earth, about carrying the wisdom of humanity.
അങ്ങനത്തെ കോൺസെപ്റ്റ്സിലൂടെയാണ് ലൈക്ക് ദേ ആർ ദ സ്റ്റോറി ടെല്ലേഴ്സ് there's nothing they haven't experienced or known that modern generations know. അതായത് ഇവർക്കുള്ള വാസ്റ്റ് ഡെപ്ത് ഓഫ് നോളജ് ആൻഡ് their treatment of nature and animals and everything, that is something that they've passed down through generations. അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് അതിന്റെ ലിറിക്സ് പോകുന്നത്. സോ ഇറ്റ് വാസ് എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ്ലി എക്സൈറ്റിംഗ് ഒരു സ്പേസ് ആയിരുന്നു ഇത്, ടു വർക്ക് വിത്ത് ഡൊമിനിക് ആൻഡ് ടു വർക്ക് വിത്ത് എവറി ഡിപ്പാർട്ട്മെന്റ്. ഇതില് വി ഹാഡ് ദീസ് ക്യാരക്ടേഴ്സ് ഇൻ അവർ മൈൻഡ്സ് ഫോർ സോ ലോങ് ആൻഡ് ദെൻ ടു ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ, അതിന്റെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയം എക്സാക്ട്ലി ഞങ്ങൾ കാസ്റ്റിംഗ് ചെയ്യുമായിരുന്നു. ദ പ്രോസസ് ത്രൂ വിച്ച് വി ഫൗണ്ട് ദുർഗ, our amazing child artist. It was like magical. നമ്മൾ ചിലപ്പോ ഒരാൾ ചെയ്തു വന്ന് കാണുമ്പോൾ we are like we found her. ഇപ്പോഴും എനിക്ക് ഗൂസ് ബംസ് വന്നു. Like her audition was just, we knew that she, ഞങ്ങൾ അങ്ങനെയായിരുന്നു അഡ്വർടൈസ് ചെയ്തിരുന്നത്, മാർഷൽ ആർട്സ് ട്രെയിനിങ് ഉള്ള കുട്ടികളെ വേണം. ബട്ട് we hadn't പെർഫോമറും കൂടെയാണ്, because she is not just killed it in the action sequence. Our emotional depth, our character emotion express is only when she's young. Ati Chandra is still raw and experiences the trauma that she goes through very intensely. So adu communicate cheyan pattuna oru actor ode aanallo aa kutti. So yeah, ആ ഫുൾ പ്രോസസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേത്തല്ലല്ലോ ക്യാമറ, ബട്ട് യു ആർ സ്റ്റിൽ ഗെറ്റിംഗ് ടു ആക്ട്. സോ യു ആർ നോട്ട് ഇൻ ദ ഹോട്ട് spot, I mean hot seat, the actor opposite you, so you can have fun and like kind of help them portray what you're looking for. So that was also really exciting. Pinne actors node settle work cheya, Sandy Master node aayirunnu njan koodalum work cheyidirunnu. Idinte lines were also because I have spent time in Chennai and language inde karyathilum it was really nice to see these characters we had thought about for so long become flesh and blood in front of us. Kalyani's character, I think there was a lot of talk online about why are we casting her, and I think pre-release, but I think no one's asking that anymore. And that is full props to the effort she put in to make herself credible on screen. And Dominic as a director is somebody who is really good for actors. ശരിക്കും പെർഫോമൻസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഡൊമിനിക്. ഓരോ ആക്ടറിനൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ലൈക്ക് ഇറ്റ്സ് ഇൻ എ യുണീക്ക് വേ. And because like I said, he has a really good sense of humor. അപ്പോൾ നസ്ലിൻ, ചന്തു, അരുൺ കുര്യന്റെ ഒരു കെമിസ്ട്രി, അതിന്റെ ആ ഹ്യൂമർ എല്ലാം വർക്ക് ചെയ്യുന്ന ഡൊമിനിക്കിന്റെ ഒരു ഭയങ്കര സ്കില്ലാണ് ഡയലോഗ് റൈറ്റിംഗ്. പേഴ്സണലി ദാറ്റ്സ് ലൈക്ക് സംതിങ് ദാറ്റ് ഐ അഡ്മയർ എ ലോട്ട് അബൌട്ട് ഹിം. ഓരോ ക്യാരക്ടറിനും അവരുടെ ഇൻഡിവിജ്വൽ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കുന്നത്, ദാറ്റ്സ് ലൈക്ക് ഫാസിനേറ്റിംഗ് ടു മീ. ആൻഡ് ഐ തിങ്ക് ഓരോ ആക്ടറിനെയും best version present and he really makes an effort. So if he's not happy with the take, he may okay it at that moment, paksha he'll come back to it later and make sure he gets what he wants. So I think on set ellarum we all were very invested in doing the best we can. And my brother called me after the film, and his compliment is something that I cherish, which is that he didn't feel there was anything lazy about the film. Ellarum നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ എത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ടുണ്ട്. There is obviously very great room for improvement, but that is not because we cut corners. We did the best we could, and that is a compliment that I will always hold close, because that represents this experience for me. ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും, whether it's the actors or the creative team or the technical team, everybody has poured their heart and soul and blood and sweat also into the project. So it was a wonderful team to collaborate with. ഈ ഇങ്ങനൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിത് കാണുമ്പോൾ ഒരു ചാപ്റ്റർ ആണ് കാണുന്നത്. അതെ. പക്ഷെ നിങ്ങൾ 4 അതിലധികമുള്ള ഒരു ചാപ്റ്ററിന്റെ ഒരു ആമുഖം മാത്രമാണ് നമ്മളെ കാണിക്കുന്നത്. നിങ്ങളുടെ എഴുത്ത് ശരിക്കും ഈ സിനിമയ്ക്ക്, ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടാവില്ലല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതിലെ ഡീറ്റെയിലിങ്, ഇതിൽ ഉപയോഗിക്കുന്ന പെയിന്റിങ്, കോസ്റ്റ്യൂം, അവിടെ വെക്കുന്ന ഓരോ പ്രോപ്പർട്ടിക്കും ഒബ്ജക്റ്റിനും അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും, റീസൺ ഉണ്ടാവും എന്ന് പറയാലോ. അപ്പൊ ഇത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രാഞ്ചൈസ് സ്വഭാവത്തിലുള്ള സംഗതി ഒരു പാർട്ട് എഴുതുന്നു, ഓക്കെ, അതിന് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഐഡിയ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടാവാം.
പക്ഷെ അത് പിന്നീടാണ് എഴുതുന്നത്. ഇതിന്റെ തിയേറ്റർ സക്സസും ഏത് പോർഷൻ വർക്കായി, എന്തിനാണ് അപ്രീസിയേഷൻ, അതിനുശേഷമാണ് ഒരു പാർട്ട് 2 ട്രൈ ചെയ്യാം. പാർട്ട് 2 ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ സക്സസ്സിലായിരിക്കും ഇത് ചെയ്യുക. പക്ഷെ ഇതിൽ നിങ്ങളൊരു 4 ചാപ്റ്റർ ആണെങ്കിൽ ആ 4 ചാപ്റ്ററിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കൊടുത്തു, അല്ലെങ്കിൽ അതിലെല്ലാ ഇതും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു, അതിലേക്കുള്ള അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പം അതായത് അത് അതിന്റെ ഒരു ലോങ്ങർ വേർഷനിൽ നിന്ന് ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടാക്കിയത് പോലെയാണ്. ശരിക്കും ആ പ്രോസസ് എന്താണ്, അതെന്താ ചെയ്തേക്കുന്നത്? ഇറ്റ് വാസ് അതിലും വി ഹാഡ് ടു ബി കെയർഫുൾ, കാരണം ഇറ്റ് ഹാസ് ടു വർക്ക് ആസ് എ ഫിലിം, സ്റ്റാൻഡ് അലോൺ ഫിലിം, ബട്ട് വി ആർ ഓൾസോ ഇൻട്രൊഡ്യൂസിങ് ദി ഓഡിയൻസ് ടു ദിസ് വേൾഡ്. അതിനൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം. ഈ പടത്തിൽ എല്ലാം ലൂസ് എൻഡ്സ് ആയിട്ട് വിട്ടാലും പറ്റില്ല, പക്ഷെ ദർ വിൽ ബി ലൂസ് എൻഡ്സ് ബിക്കോസ് വി ആർ ഗോയിങ് ടു ടെൽ എ മച്ച് ബിഗർ സ്റ്റോറി. ആ സ്റ്റോറിയുടെ ഒരു ഫുൾ ഔട്ട്ലൈൻ വി ഹാഡ് ക്രിയേറ്റഡ്. അപ്പോൾ അതാണോ ആദ്യം ക്രിയേറ്റ് ചെയ്തത്? അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അതായത് ഇതിന്റെ ഒരു റൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാൻഡ് അലോൺ റൈറ്റിംഗിൽ ഇത് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു ഇത് പ്രോസസ്? തുടങ്ങിയത് ഈ പടം മാത്രം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. സോ ഈ ക്യാരക്ടേഴ്സ്, ഈ സെൻട്രൽ ആയിട്ടുള്ള 5 ക്യാരക്ടേഴ്സ് നമുക്ക് അറിയായിരുന്നു ഉണ്ടാവുന്നത്. പിന്നെ ഇത് വലുതായപ്പോ ബാക്കി ക്യാരക്ടേഴ്സ് കൂടെ വന്നപ്പോ വി റിയലൈസ് ദാറ്റ് വി കാൻ ടെൽ ജസ്റ്റ് ദിസ് സ്റ്റോറി, വി ഹാവ് ടു incorporate elements that are going to come in later. അപ്പൊ അതിന് ശരിക്കും നമ്മൾ റിസർച്ചിന് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് വെയർ ഡ്രാമറ്റോളജി കംസ് ഇൻ. ഇത് ഈ വേൾഡ് ബിൽഡ് ചെയ്യാനുള്ള ഇതിനുള്ള മിത്സ് ആൻഡ് ലെജൻഡ്സ് ആൻഡ് ദ ലാർജർ സ്റ്റോറി, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഇതിലുള്ള കുറച്ച് എലിമെന്റ്സ് നമുക്ക് ഇപ്പോഴേ ആഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അത് ആർട്ട് പ്രോപ്പർട്ടിയിലാണെങ്കിലും കോസ്റ്റ്യൂമിലാണെങ്കിലും അതിനൊക്കെ ഡീറ്റെയിലിംഗ് ഇപ്പം മുതലേ തുടങ്ങിയാലേ നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഡെഫിനറ്റ്ലി വി വർക്ക്ഡ് ഓൺ ഇറ്റ്. അപ്പൊ ഞങ്ങള് പിന്നെ ഇതൊരു വലിയൊരു ലോകം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നപ്പോ ഇതിനുള്ള ഇനി വരാൻ പോകുന്ന പാർട്സിന്റെ ഒക്കെ ഒരു ബേസ് സ്റ്റോറി ലൈൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. So that was also really fun for us. വേറെ എന്തൊക്കെ ക്യാരക്ടേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം, വാട്ട് ആർ ദ പോസിബിലിറ്റീസ്, ഈ ക്യാരക്ടേഴ്സിന്റെ എന്തൊക്കെയായിരിക്കും പവേഴ്സ്, വാട്ട് വിൽ ദെയർ, ഇവരുടെ സ്വഭാവം എന്തായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. that we have a lot of work left. Ellam complete onnilla, we are still in the movie. We were so focused on it that we have to really work on the next film. പക്ഷേ ഒരു ഓവർ-ആർച്ചിങ് സ്റ്റോറി ലൈൻ ആൻഡ് ഒരു മിത്തോളജി ഫോർ ദ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മളെപ്പോഴും പറയുന്ന ഒരു ക്രിറ്റിസ് ആയിട്ടൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഫെമിനിൻ നെറേറ്റീവ്, അതൊരു ഫീമെയിൽ ക്രിയേറ്റർ വന്നാലും ഫീമെയിൽ റൈറ്റർ വന്നാലും, അതായത് ആരാണോ ഇത് എഴുതുന്നത് അപ്പോഴൊരു ഫെമിനിൻ നെറേറ്റീവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി, ഷോ ബിസിനസ് ഡിസൈനിൽ എളുപ്പമല്ല. നമ്മളെപ്പോഴും ഒരു 100 crore, 200 crore, 250 crore എന്ന് പറയുന്ന ഒരു ഷോ ബിസിനസിന്റെ എക്സിസ്റ്റിംഗ് ഡിസൈൻ വെച്ചിട്ട് ഭയങ്കര പേടിയാണ് ആളുകൾക്ക്. കാരണം വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരിച്ചു വരേണ്ട ഇതാണ്, കളക്ട് ചെയ്യോ എന്നുള്ള സംഗതിയിൽ അപ്പോഴെപ്പോഴും ഈ പറയുന്ന ഒരു പിന്നെ അത് കോംപ്രമൈസ് ചെയ്യും. ഇതിനെ സംബന്ധിച്ചുള്ള ഇതൊരു കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു പിന്നെ ഫെമിനൈൻ നെറേറ്റീവ്, അങ്ങനെ ഒരു ഫെമിനൈൻ കോർ വെച്ചിട്ട് തന്നെയാണ് സിനിമ ഇത് ചെയ്യുന്നത്. അതിനാണ് തിയേറ്ററിൽ, അതായത് നമ്മളൊരു നെവർ ബിഫോർ എക്സ്പീരിയൻസ് പോലെയാണ്. തിയേറ്റർ എല്ലാം പാക്ഡ് ആവുന്നു. സെക്കൻഡ് ഡേ മുതൽ മോർണിംഗ് ഞാൻ 6 മണി ഷോ കണ്ടത്, 6 മണി ഷോ വരുന്നു. അതൊരു ഫാൻ ഷോ, റിലീസ് ഡേ ഫാൻ ഷോ പോലെയാണ്. സെക്കൻഡ് ഡേയിൽ ഈ പറയുന്ന ക്രൗഡഡ് ആയിട്ട് ലേറ്റ് നൈറ്റ് ഷോസ് വന്നിട്ട് അഡീഷണൽ ഷോസിന്റെ പിന്നാലെ 6 മണി ഷോ ആണ്. നമ്മൾ പറയുന്നത് ലോകത്തെങ്ങുള്ള മലയാളി ഓഡിയൻസും നോൺ മലയാളി ഓഡിയൻസും തെലുങ്ക് വ്യൂവേഴ്സും അങ്ങനെ ഒരു ഫെമിനൈൻ നെറേറ്റീവ് ഉള്ള ഒരു സൂപ്പർ ഹീറോയിൻ, അങ്ങനെ ഒരു സൂപ്പർ വുമൺ സിനിമയ്ക്കാണ് കൈയടിക്കുന്നത്. അതിൽ നിങ്ങൾ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ അത് പോസിബിൾ ആവും. ഞാൻ പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും 100 crore പറയുന്ന സമയത്ത് അങ്ങനെ ഒരു മെയിൽ ലീഡുമായി കണക്ട് ചെയ്തിട്ടാണ്. അതിനപ്പുറത്ത് ഒരു പ്രൊഡ്യൂസർ റെഡി ആവുന്നില്ല. അത് പൊളിക്കുന്നു എന്നുള്ളൊരു സംഗതിയുണ്ട്. അതിനാണ് ഈ ഗ്രാൻഡ് സക്സസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? അത് ചെറിയ അച്ചീവ്മെന്റ് അല്ല. അത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്, ബിക്കോസ് അത് നമ്മളൊരു കൾച്ചർ ഷിഫ്റ്റ് ചെയ്യുന്നതും ഇറ്റ് ഹാപ്പൻസ് ഓൺ ഇൻ എ വെരി സ്ലോ ആൻഡ് ഗ്രാജുവൽ വേ. അപ്പം ദ നീഡിൽ മൂവ് സ്ലോലി ബട്ട് ഇറ്റ് ഈസ് മൂവിങ്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ബാക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത് തന്നെ ദാറ്റ് ഇസ് എ സൈൻ ഓഫ് things changing. And if that hadn't happened, the film wouldn't be where it is today. Pinne also I give huge credit to Naslin and his actor. So the Naslin idu like varumbo he Premalu release aayittundu. So he mumbana nammal sign cheyyunnathu Naslin to be part of this project. പിന്നെ പ്രേമലു ഷൂട്ടിനൊക്കെ കുറെ നാൾ മുമ്പേ പ്രേമലു ബിക്കം എ സക്സസ്. പ്രേമലു ഐ തിങ്ക് ഫെബ്രുവരിയിലായിരുന്നു റിലീസ് ചെയ്തത്, സെപ്റ്റംബറിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്.
So in that time, he has become like a major star, upcoming actor. So to be part of a film where his character is not the central focus, that is also an example of allyship to me. Yes. Because he has stardom, he can, and I'm sure that as a young upcoming actor, there will be voices in your ear all the time. There will be people advising you about what sort of projects you have to do. Either risky ആണ്, ഇത് അധികം നിങ്ങൾ ഇച്ചിരി കൂടെ സപ്പോർട്ടിങ് റോളിലാണ്, അപ്പൊ ഇത് ചെയ്യണോ, ഇപ്പൊ ഒരു ഇച്ചിരി കൂടെ മാസ് പരിവേഷമുള്ള കഥ ചെയ്താൽ പോരെ, അങ്ങനത്തെ ഒക്കെ. I'm sure he had these opinions, but he also saw value in the world we were trying to create, and he wanted to be part of something new that he can look back on 10 years down the line and feel happy about. But our clarity and generosity is also important, and he's done such a fabulous job of taking the audience into the story. അപ്പൊ ഓഡിയൻസ് ഈ 3 ബോയ്സിന്റെ പെർസ്പെക്റ്റീവിലാണ് നിൽക്കുന്നത്, അവരിലൂടെയാണ് ഇവർ ഈ ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. പക്ഷേ at the same time, audience starts moving one step ahead of them at one point. അവര് പാരലലി അല്ല, അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓഡിയൻസിന് കൂടുതൽ അറിയാം, നസ്ലൻ ആൻഡ് ചന്തു ആൻഡ് അരുണിനെ അറിയുന്നതിനേക്കാളും കൂടുതൽ. അപ്പൊ അതിലും ഒരു ഹ്യൂമർ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. And they've done their part so well that it helps the audience connect to the supernatural world. ഈ റെഗുലർ ഹ്യൂമൻസ് ഇത് എന്തായി സംഭവിക്കുന്നതെന്നുള്ളത് ഭയങ്കര നന്നായിട്ട് ഇവർ 3 പേരുടെയും കെമിസ്ട്രിയിൽ വർക്ക് ആയത് കാരണമാണ് ബാക്കിയുള്ള സ്റ്റോറിക്ക് ഒരു കണക്ട് വരുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലുള്ള റിവീൽ വന്നു കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് എല്ലാം they've really killed it, you know. So it was a pleasure to work with young actors, young male actors who don't want to be ende thala ende full figure, you know. Yes. And that is that, I mean, these are all things that I am very grateful for. You know, like I think this film would not have been possible if not for all of these people who decided to take a bold step. And like I especially want to talk about Kalyani, because Kalyani, the amount ഞാൻ അതാണ് ചോദിക്കാനിരുന്നത്. കാരണം വെച്ചാൽ ഒരു ഫിമെയിൽ ആക്ടറാണ്, ഫിമെയിൽ ലീഡ് റോൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ശാന്തി കൂടി പാർട്ടായിട്ടുള്ള ഒരു സിനിമയിൽ വരുമ്പം കല്യാണിയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കല്യാണിയാണ് ഷോൾഡർ ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെ ഈ യൂണിവേഴ്സിലേക്കുള്ള ആദ്യ ചാപ്റ്റർ മാത്രമല്ല, ആദ്യ ലീഡാണ്. കല്യാണിയിലേക്ക് കൂടിയാണ് ആ ട്രാവൽ തുടങ്ങുന്നത്. അത് കല്യാണിയിലേക്കുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് എന്താ? ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ കല്യാണി നല്ല ആക്ടറാണ്, പക്ഷെ അതിനു മുമ്പ് കല്യാണി അത്തരം റോളുകൾ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ I think this is probably one of the films which has really showcased her front and center. And she was very excited about the project. Once she came on board, she was fully in. Readings nu varunu, training നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഇതിൽ ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആണെങ്കിൽ ആ സമയത്തിൽ നമുക്കത് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യാനിക്ക് സംബഡി, കല്യാണി ഹാഡ് വർക്ക് വിത്ത് പ്രീവിയസ്ലി ഒരു തമിഴ് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കും പരിചയം ഉണ്ടായിരുന്നു. സോ ദേ സ്റ്റാർട്ടഡ് ദ കമ്മ്യൂണിക്കേഷൻ വേ ബിഫോർ ഷൂട്ട് ബിഗാൻ. എന്നിട്ട് ജോഫിൽ ഇവിടുത്തെ കോച്ച്, ഹു ആലപ്പുഴ ജിംഖാനയുടെയും കോച്ച്, ഹി വർക്ക്ഡ് എക്സ്റ്റെൻസീവ്ലി വിത്ത് കല്യാണി. ഇപ്പൊ ഷൂട്ടിന്റെ സമയത്ത് പോലും സമയം കിട്ടുമ്പോൾ ഷീ വുഡ് ഗോ ഫോർ 2 hours and train with him, make sure that she was fit and fine throughout the process, so that ഇതിന്റെ ആ ഫിസിക്കൽ ലേബർ അത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. And she did a beautiful job. She was so committed. Like I said, Dominic is a very exacting director. എന്താണ് വേണ്ടതെന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ he'll make you repeat it. If the actor gets tired, he'll come back to it at a later stage. And she was so open to all of this. There was never she has great attitude. She's extremely professional. She comes on set way before. Ready ആവാനും ഈ ക്യാരക്ടറിന് കുറച്ച് സമയം എടുക്കാനും. അപ്പോൾ ബാക്കി സെറ്റിലെ കോൾ ടൈമിന് മുമ്പേ she would come so that she would be ready on time. And like I appreciate that so much, because somebody who's a star giving value to other people's time is so important. And this film would not have happened if we had actors who were, you know, not cooperative with the team in those terms. So she has poured her sweat, blood and tears into the project, and I'm so proud of her that she is really like justified our choice in terms of casting. I'm just very, very proud of her, because Chandra is a character that's so close to my heart, and the way she poured herself into it when she came on board, I'm very, very grateful for. I mean, and obviously നമ്മൾ ഇത്രയും നാൾ ഷൂട്ട് ചെയ്യുമ്പോൾ we are also living life alongside. It's not just shoot. We have lots of things happening in our lives. അപ്പോൾ അതിന്റെ ups and downs ലൂടെ ഒക്കെ
ആ കമ്മിറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഹാവിങ് ഗ്രേറ്റ് സ്പിരിറ്റ് ആൻഡ് ലൈക്ക് യു നോ ഷീ ഈസ് വെരി ലൈക്ക് ഐ തിങ്ക് ഷീ ഫെൽറ്റ് അറ്റ് ഹോം വിത്ത് ദിസ് ഗ്രൂപ്പ്. അതൊക്കെ ആ വർക്കിംഗ് ഇക്വേഷൻ ഭയങ്കര നല്ലതായിരുന്നു നമ്മൾ എല്ലാവരും തമ്മിൽ. സോ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഷൂട്ടിംഗ് ദ ഫിലിം. ഇതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം വേഫറർ ദുൽഖറിന് ഏറ്റവും ഫ്രീഡം ഉള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ആയിട്ട് തുടങ്ങിയാണ്. വേഫറർ ആദ്യമായിട്ടാണ് അതിന് പുറത്ത് ദുൽഖറിന് പുറത്ത് ഒരു ലീഡുള്ള ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഈ പറയുന്ന ഒരു ഫെമിനിൻ സെൻട്രിക് അല്ല ഒരു ഫെമിനിൻ നെറേറ്റീവ് ഉള്ള ഒരു സിനിമ എടുക്കുന്നു. അത് ഒരു എന്താ വിമൺ വിത്ത് എ കോസ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോയിൻ വിത്ത് എ കോസ് ഫോർ എ റീസൺ എന്നുള്ള രീതിയിൽ വരുന്നു സമയത്ത് അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സിനിമയിലൂടെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഒന്ന് ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞു അങ്ങനെ ഒരു അലൈ എന്നുള്ള രീതിയിൽ ഇതിൽ ഓരോ ആളുകളും കണക്റ്റഡ് ആയി വന്നത്? ദുൽഖർ എന്നുള്ളടത്തേക്ക് എങ്ങനെയാണ് ഈ നെറേറ്റീവ്, നിങ്ങൾ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം. പിന്നെ എങ്ങനെയാണ് ആ ഒരു ടീം ബിൽഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മളത് കല്യാണിയെ പ്രസന്റ് ചെയ്യുന്നത്, ആ ഒരു ടീം എന്ന് പറയുമ്പോൾ ഇപ്പം ശാന്തി അതിൽ വരുന്നത്, ഇത് പറയുന്നത് ശരിക്കും ഇത് നാളെ മലയാള സിനിമയുടെ ഒരു ഗെയിം ചേഞ്ചിങ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതേക്കുറിച്ച് ഇത് ഐ തിങ്ക് ദ റീസൺ വൈ ദിസ് ഫിലിം ഗോട്ട് മെയ്ഡ്, ഇതിന് ഒരു ഹ്യൂജ് ക്രെഡിറ്റ് കൊടുക്കുന്നത് നിമിഷ് രവിക്കാണ്. നിമിഷ് റിയലി സോ വാല്യൂ ഇൻ ദ ടീം ദാറ്റ് വി ഓൾറെഡി ഹാഡ്, ആ കോർ ടീം. ആൻഡ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് ഫെയ്ത്ത് ഉണ്ടായിരുന്ന ആള് നിമിഷാണ്. നമ്മൾ ഒബ്ലിവിയൻ ചെയ്തതും കൊണ്ട് കൂടിയാണ്, ബിക്കോസ് വി പുൾഡ് ഇറ്റ് ഓഫ് ഓൺ സച്ച് എ സ്മോൾ ബഡ്ജറ്റ്. നമ്മളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കെമിസ്ട്രി ഉണ്ട് വർക്കിംഗ് ഈക്വേഷൻ എന്നും മനസ്സിലായി. ആൻഡ് ഞങ്ങളിത് പിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുറത്തൊക്കെ പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ദെൻ വേറെ സ്ഥലങ്ങളിലൊക്കെ. And then I think he was talking about this project to Dulquer, and Dulquer was like, why don't you pitch it to us? But Nimish was, I think, a bit hesitant initially to approach him directly, but he himself said, you know, why are you taking the story to others? Why don't you pitch it to us? No, Arnu Dulquer. Up then Nimish was like, yes, let's do this. Dominic, they went and pitched it. And Dominic is also a very good narrator. റൈറ്റർ മാത്രമല്ല, കഥ അവതരിപ്പിക്കുന്ന രീതിയും ഭയങ്കര എൻഗേജിങ് ആണ്, കേട്ടോണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഐ തിങ്ക് ഹീ റിയലി ഡ്രൂ ദുൽഖർ ഇൻ ടു ദ നാരറ്റീവ്, കഥ പറഞ്ഞ്. ആൻഡ് ഇതിന്റെ പോസിബിലിറ്റി ശരിക്കും മനസ്സിലാക്കിയത് വേഫെയറിന്റെ എന്താണ് ദുൽഖറും ജോമും. they really understood the potential this has. So that is what I think made him feel that this is something worth investing in. And yeah, they, like as a production house, they really stood by us through thick and thin, through all the ups and downs that we faced in the last 2 years from pre-production to release. And they helped us bring all the right collaborators on board. So ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള we have a very strong creative and technical team. അവരെ എല്ലാവരും നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് yeah this person works so we should bring them on board എന്നുള്ള ഒരു support they really gave us. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. I think there is a certain intrigue that people have the minute they hear his name. And he's not just an actor to people, he's also a brand. And I think there is a curiosity in what he does and why he backs things up. And it really helped us to take this film outside Kerala also. തെലുങ്കൊക്കെ ഇപ്പൊ നാഗശ്വനൊക്കെ പെട്ടെന്ന് ഒരു പടത്തിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ അത് ദുൽഖർ എന്തുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ he has a pan-Indian presence. He's respected across industries. For when he does something, and this project is something he believed wholeheartedly in. Appo angane when somebody who is well regarded, highly regarded, is backing something, that naturally generates curiosity. And ipo Telugu states la anengilum Tamil Nadu la anengilum okka nalla response kittunnundu. Appo aadithe hook for them was obviously Dulquer Salman's producing it, his company is producing it. Pinne aanlo avaru kadha endanennokke nokkunnathu. So in that sense also, I think this has been a very fruitful association for us. They've really supported us in building this world that we wanted to create. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന I mean I'll be posting about it soon. There's a huge army of women who worked on this project. And ഇപ്പോൾ നമ്മൾ മെയിൻ HODsന്റെ പേരുകൾ കാണുമ്പോൾ it's usually the men, but there was an army of women who were running around on set.
art department, costume department, AD department, cinematography department, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും there were women. The colorist is getting, Yashika is getting a lot of love for the way she's worked. പിന്നെ ഇതില് രാജാകൃഷ്ണൻ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പാർവതി, ഷീസ് ലൈക്ക്, സോ there's a team of women who work behind the scenes also. And like it was such a positive experience on set to have so many girls and boys working together in harmony. And I think it was a very healthy set in terms of equations between people. And I really want to take a moment to acknowledge the role Dominic played in that. I think he is somebody who's very calm on set. ഇത് എല്ലാവരും പറയും, കുറേ സ്ട്രെസ്സുകൾ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ he's like a sponge. He holds space, within. Appo baaki chaos nadakkumbodum people are like running around like frantically, പക്ഷെ he's like the center, just anchoring everybody and maintaining the focus. He really built a very healthy culture on set in terms of how people should treat each other. എല്ലാവർക്കും ഇത് നമ്മളുടെ ഫിലിം എന്നുള്ളൊരു, ഇത് ഡൊമിനിക്കിന്റെ ഫിലിം ആയിട്ടല്ല ആരും കണ്ടിട്ടുള്ളത്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും they all saw it as their film. എനിക്ക് തോന്നുന്നു ആ ഒരു ഗുഡ് വിൽ ഉണ്ടല്ലോ, പിന്നെ ആ like there was a very positive vibe, and I think that has somewhere created some magic that was outside our control. കുറെ ആൾക്കാർ, including our parents and people on set, they've prayed so much for us, and like they've seen the full rocky up and down journey of this, and everybody on set has really stood by us, and like every person who was on set really put in their best. ഇത് പറഞ്ഞോട്ടെ, ഞാൻ ഈ റിലീസിന് 2 ദിവസം മുമ്പ് ഒരു ബുക്ക് റിലീസ് ഫംഗ്ഷനിൽ ശാന്തിയുടെ അച്ഛനെ കണ്ട സമയത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചിരുന്നത് പോലും, അതായത് എല്ലാവരുടെയും ഒരു പേഴ്സണൽ അല്ലെ ഒരു പേഴ്സണൽ മൊമെന്റ് ആയിട്ട് തന്നെ സിനിമ മാറുകയാണ്. അച്ഛൻ എസ്പെഷ്യലി he has seen, അമ്മയും അച്ഛനും, ഡൊമിനിക്കിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് കണ്ടിട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇവരൊക്കെ they didn't know the story. അപ്പൊ ഇവർക്കും ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു കൊടുക്കാൻ പറ്റിയത്. I didn't tell them anything about എന്താണ് ഇവർ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ പക്ഷെ ഈ സിനിമ ഉണ്ടാവുമ്പോ ഉള്ള ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഇവര് നമ്മളുടെ മുഖത്ത് കണ്ടിട്ടുള്ളതാണ്. And I think we all kind of needed a win. Like ഡൊമിനിക് ഇത്രയും നാള് വെയിറ്റ് ചെയ്തിട്ട് ഒരു വിൻ നമുക്ക് സൈക്കോളജിക്കലി ആവശ്യമുണ്ടായിരുന്നു. പിന്നെ another thing that is lovely that has happened is there have been so many women who have written to me, who are aspiring writers and filmmakers, who are just so genuinely excited. അത് ഭയങ്കര ഒരു ജനറോസിറ്റി ആണ്, to just be excited that this is opened up. And that is not something I could have ever anticipated. And so many people who are not in the films, who watched a film where a woman is taking care of business all her own. She's not a damsel in distress. Yes, she needs support from people, but she's finishing the job on her own. All of those things അവരുടെ ഏജൻസി വേറെ ആൾക്ക് കൊടുക്കുന്നില്ല, അതൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാര്. And I'm so happy that those are things that people have embraced. അങ്ങനെയാണല്ലോ ഈ നീഡിൽ ഷിഫ്റ്റ് ആവുന്നത് പതുക്കെ. ഈ പോപ്പുലർ കൾച്ചർ എംബ്രേസ് ചെയ്യുന്ന ഒരു ഫിലിമിലൂടെയാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ പതിയെ മാറുന്നതും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ലീഡ്സ് ടു മോർ ഫിലിംസ് വെയർ women are given a lot more to do off screen and on screen. നമ്മൾ ഇപ്പോ ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷം. ഇപ്പൊ ഈ സീറ്റില് അന്നിരിക്കുന്ന ഫീമെയിൽ ലീഡായിട്ടുള്ള മലയാളത്തിൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സുള്ള ഏറ്റവും ഗംഭീര പെർഫോമിംഗ് ആക്ടേഴ്സ് ഉള്ള സ്പേസ് മലയാളമാണ്. അപ്പോഴും ഓരോ ഫീമെയിൽ ആക്ടേഴ്സ് വന്നിട്ട് അവരുടെ ഇന്റർവ്യൂ സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് നല്ല നിലയ്ക്ക് ഒരു ഫീമെയിൽ ക്യാരക്ടർ എഴുതുന്ന ഇൻഡസ്ട്രി ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് റൈറ്റേഴ്സിന്റെയോ ഡയറക്ടേഴ്സിന്റെയോ ഭാഗത്തുള്ള പ്രശ്നമല്ല, ഇൻഡസ്ട്രിയുടെ ഒരു ഡിമാൻഡ്, ഷോ ബിസിനസ്, ബാങ്കബിൾ ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടോ, ഫീമെയിൽ ലീഡ് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മളെപ്പോഴും ഈ പറയുന്ന 50 crore 100 crore എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഈ പറയുന്ന 365 ദിവസം എടുക്കുമ്പോൾ നമുക്ക് സക്സസ് ഉണ്ട്, പാൻ ഇന്ത്യൻ സക്സസ് ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ പറയുന്ന എല്ലാ 200 crore 100 crore എന്ന് പറയുന്ന നമ്മളുടെ പാൻ ഇന്ത്യൻ സക്സസ് സ്റ്റോറിയിലാണെങ്കിലും ഇപ്പോഴത്തെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടുന്ന സിനിമയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഫെമിനൈൻ നെഗറ്റീവിന് പുറത്ത് സ്ത്രീകളെ അവരുടെ കൃത്യമായ പ്രാതിനിധ്യം ഇല്ലാത്ത സിനിമകൾ എന്നുള്ളതാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റെല്ലാ
സെക്ടറിലും വലിയ മാറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഏറ്റവും വലിയൊരു ഷോ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അത് പോസിബിൾ ആവാത്തൊരു ഘട്ടമുണ്ട്. എനിക്കത് ലോകയിലൂടെ അത് സാധിച്ചെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നോക്കാവുന്നത് ശാന്തി അതിൻ്റെ റൈറ്റർ കൂടിയായിട്ട് റൈറ്റർ കൂടിയായിട്ടുണ്ട് ചോദിക്കുകയാണ്. അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുമല്ലോ. കാരണം വെച്ചാൽ അത് പോസിബിൾ ആണ്. നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് എത്രയോ സിനിമകൾ എനിക്കറിയാം, അത് ആലോചിച്ച് തുടങ്ങുമ്പം അതിലൊരു പിന്നെ ഫീമെയിൽ ലീഡ് ഡ്രിവൺ ആയിട്ട് തുടങ്ങും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അത് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ആ ആക്ടർ തന്നെ പറയും ഓക്കെ ഇതിന് പ്രൊഡ്യൂസറെ കിട്ടില്ലെങ്കിൽ നിങ്ങളത് മാറ്റി എഴുതിക്കോളൂ എന്നിട്ട് അതിന്റെ റോള് ചേഞ്ച് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടല്ലോ. അതെന്താ വെച്ചാൽ ബിറ്റ് ഓഫ് എ ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ. ബാങ്കബിൾ ഫീമെയിൽ ആക്ടേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ടർ ബാങ്കബിൾ ആവണമെങ്കിൽ അവർക്ക് അതുപോലത്തെ പ്രോജക്ട്സ് കിട്ടണം. സോ ഇഫ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഡോണ്ട് ക്രിയേറ്റ് ദോസ് സബ്ജക്ട്സ്, അങ്ങനെ ഒരു ആക്ടറിന് പുറത്ത് വരാൻ പറ്റില്ല. ഈവൻ ഇഫ് യു ഹാവ് a lot of skills, unless someone's writing you parts where you can showcase your range, you don't go to the next level. നമ്മളൊരു പോപ്പുലർ ഫേസ് ആവുമായിരിക്കും കുറച്ച് ഹിറ്റ് പടങ്ങളുടെ ഭാഗമായിട്ട്, ബട്ട് റേഞ്ച് ഇല്ല, ആക്ടിങ് റേഞ്ച് ഇല്ല എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾസോ ബിക്കോസ് ഐ തിങ്ക് ഓഫൺ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് അക്കോർഡിംഗ് ടു പേഴ്സണാലിറ്റി കുറെ സംഭവിക്കാറുണ്ട്. ഒരു പേഴ്സണാലിറ്റി പോലും അല്ല, പെർസീവ്ഡ് പേഴ്സണാലിറ്റി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഇച്ചിരി ബബ്ലി ടൈപ്പ് ആണ്, അപ്പൊ നമുക്ക് ബബ്ലി ക്യാരക്ടർ പ്ലേസ് ചെയ്യാം. ഇറ്റ്സ് എ വേ ഓഫ് മേക്കിംഗ് വർക്ക് ഈസിയർ. ഒരു ഫീമെയിൽ ആക്ടറിനെ കണക്ട് ചെയ്യുമ്പോൾ അതാണ് സ്ട്രൈറ്റ് നോക്കുന്നത്. അതെ, ആൻഡ് ഇപ്പൊ ഒരു മെയിൽ ആക്ടറിനെ വളർത്തിക്കൊണ്ടുവരാന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ബിക്കോസ് ദർ ഇസ് ലൈക് ഐ തിങ്ക് പീപ്പിൾ സീ വാല്യൂ ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ എ മെയിൽ ആക്ടേഴ്സ് career so that you have a bankable star whom you can approach when you have a script. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഫീമെയിൽ ആക്ടേഴ്സിന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആ സിസ്റ്റം അനുവദിക്കുന്നില്ല. ബിക്കോസ് വിമൻ ഐ തിങ്ക് ഓഫൺ ആർ സീൻ as ഡിസ്പോസിബിൾ. അപ്പോൾ ഒരു സിനിമയിൽ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, ലെറ്റ്സ് കാസ്റ്റ് സംബഡി ന്യൂ. അപ്പൊ ഒരാൾ ചിലപ്പോ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർസോ യങ് ആക്ടറോ ഈ പറയുന്ന അപ്കമിങ് ആക്ടേഴ്സിന്റെ കാര്യത്തിലോ ആ ലീഡ് പോലും ഫീമെയിൽ ലീഡിനെ പോലും റിപ്പീറ്റ് ചെയ്യില്ലാത്ത അവരുടെ ആക്ടിങ്ങോ പെർഫോമൻസ് അല്ല അവിടെ മാറ്റർ ആവുന്നത്. അതെ, അപ്പോൾ ഈ പേഴ്സണാലിറ്റി വെച്ചുള്ള കാസ്റ്റിംഗ് ചെയ്യുമ്പോഴും വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ടേഴ്സ് fall into a rut because they are being cast according to people's perception of them. അപ്പോൾ but obviously actors need work. അപ്പോൾ വേറെ വർക്ക് ഒന്നും വരുന്നില്ലെങ്കിൽ we have no choice but to say yes to what is the best of what is coming to you. അപ്പൊ ഈ റെപ്പിറ്റേഷൻ വരുന്ന കാരണമാണ് ഐ തിങ്ക് ഫീമെയിൽ ആക്ടേഴ്സിന് റേഞ്ച് ഇല്ല, നമുക്ക് സ്റ്റാർസ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ് ഇസ് ഓൾസോ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു encourage female talent and to create work that showcases range. ഇതൊരു ഇങ്ങനത്തെ ഒരു ഫിലിം വർക്ക് ആയത് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഇറ്റ്സ് എൻ എന്റർടൈനർ. ഇപ്പൊ സാധാരണ വിമൻ ലെഡ് ഫിലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും എവറിബഡി ഹാസ് ദിസ് ഇംപ്രഷൻ ഓഫ് എ വെരി സീരിയസ് ഓർ ഡിപ്രസിംഗ് മൂവി. അങ്ങനെ ഒരു ഫിലിം അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അതുണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ദോസ് ഫിലിംസ് ഓൾസോ ഹാവ് ദെയർ പ്ലേസ്, ബട്ട് വി ഷുഡ് ഓൾസോ ഹാവ് ദീസ് പോപ്പുലർ നാരേറ്റീവ്സ് which are fun for a general audience. അപ്പൊ അതിലൂടെ നമ്മൾ എങ്ങനെ നമ്മളുടെ പെർസ്പെക്റ്റീവ്സും നമ്മളുടെ ഐഡിയാസും ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നും കൂടെ നമ്മൾ ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. there are like different things. ഇതിൽ ഒരു പേട്രിയാർക്കിയുടെ ക്രിട്ടീക്ക് തന്നെയുണ്ട്. ഇപ്പൊ നാച്ചിപ്പയുടെ ക്യാരക്ടർ ആണെങ്കിലും that is something. അതിലൊരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട് ആ പോർഷനിൽ. ഷീ ഡസന്റ് utter a word. She is essentially a victim of patriarchy. And ആ ഒരു and he's അതിലെന്താ, he's a teetotaler. He has a clean body, പക്ഷെ his mind is not clean. So കുഞ്ഞു നീലി is also a clean body, but because she's grown up in that nurturing environment, she becomes a force for good. Whereas this man who was grown up in a misogynistic household, who idolizes his father, who has these misogynistic views, ആ പവർ കിട്ടുമ്പോൾ ആ ട്രാക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ കണ്ടീഷനിങ്ങിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെയാണ്, വാട്ട് ഡു വി ഗ്രോ അപ്പ് വിത്ത് എന്നുള്ളതും കൂടെയാണ്. പിന്നെ there is another victim of patriarchy in the film, which is the police officer. അത് internalized misogyny ആണ്. She says problematic things like നീ ഒരു ആണാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. Like she berates Nachiappa. So women can also be in the torch bearers for patriarchy. അതിന്റെ 2 വേർഷൻ ആണ്, ആ പോലീസ് ഓഫീസറും ആ അമ്മയും. അമ്മ ബിക്കംസ് എന്തോ ഒരു സബ്ഡ്യൂഡ് ക്യാരക്ടർ. ദി അതർ പേഴ്സൺ, the police officer embraces the popular definition of power and masculinity.
അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങളും ഞങ്ങൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല അതെ ഇപ്പം ഇവിടെ തന്നെ ഇപ്പം ആവേശം പോലൊരു ക്യാരക്ടർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്നില്ല എന്ന് ദേവസേന പറഞ്ഞതിന്റെ ഒരു തുടർച്ചയിലാണ് ഇങ്ങനൊരു സിനിമ വരുന്നത്. പിന്നെ അറിയാം, എല്ലാ ഫീമെയിൽ ആക്ടേഴ്സിനെയും സംബന്ധിച്ചോളം അവരുടെ കരിയർ സ്റ്റക്ക് ആവുന്നത് അത് അവരുടെ കരിയർ ആണല്ലോ. അവർ ഗംഭീരമായിട്ട് തുടങ്ങി, ചിലപ്പോൾ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, അപ്രീസിയേഷൻ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഒക്കെ കിട്ടുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുന്നത്, പിന്നെ അവർക്ക് വേണ്ടി എഴുതാൻ എത്ര വലിയ സൗഹൃദ ആളുകൾ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് പോകാൻ പറ്റില്ല. ഇതൊന്ന് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലൊരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി, ഇപ്പം വേഫർ പോലത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി ഇതിനൊരു സ്റ്റാർട്ട് കൊടുത്തേക്കുവാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയും ചെയ്യാം സിനിമ. ദുൽഖറിനെ ഒരു ബാങ്കബിൾ ആക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇപ്പുറത്തൊരു ഫീമെയിൽ ലീഡുള്ള, അല്ലെങ്കിൽ അതിന്റെ എല്ലാ തരത്തിലും ഈ പറയുന്ന നമ്മുടെ കൺവെൻഷനൽ സംഗതി ഫോളോ ചെയ്യാത്തൊരു മോഡലിലേക്ക് വന്നാൽ ആ സിനിമയും സക്സസ് ആവും എന്നുള്ളൊരു തുടക്കം കൂടിയാണല്ലോ. ആ നിലയ്ക്ക് കൂടി, കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കൂടിയാണ് ശാന്തി, അതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. അതുകൂടി ഭയങ്കര ഹോപ്പ്ഫുൾ ആവുന്നുണ്ടല്ലോ ഈ ഇത് മാറുന്നത്. അതെ, ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ടെൽ എ സ്റ്റോറി വിത്ത് കൺവിക്ഷൻ ആൻഡ് വിത്ത് ദ റൈറ്റ് എലമെന്റ്സ് ടു മേക്ക് ഇറ്റ് entertaining for a wide cross section of the audience, അത് നമ്മൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഗെറ്റ്സ് ലവ്ഡ്. ആ ലവ് വന്നിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് പീപ്പിൾ ഹാവ് ബീൻ ഏബിൾ ടു കണക്ട് വിത്ത് ദ വേ ദ സ്റ്റോറി ഹാസ് ബീൻ ടോൾഡ്. ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ ഫിലിമിലും അതിനുള്ള സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വിജയം കൂടിയാണ്. അതെ, പിന്നെ അത് മാത്രം കണ്ടന്റും ക്രാഫ്റ്റും ആണ് സ്റ്റാർ പറയുന്ന സാധനം ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ഒരു കണ്ടന്റും അതിൽ അപ്ലൈ ചെയ്യുന്ന ക്രാഫ്റ്റും ആണ് സിനിമയിൽ സക്സസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രം സിനിമയെ ആലോചിക്കുക എന്ന് പറയുന്ന സംഗതി കൂടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ അത് റീറൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അവരുടെ ഐഡിയൽ തുടങ്ങിയ ആലോചനയിലേക്ക് എത്താൻ പറ്റുന്നില്ല. റൈറ്റർ ഇതിപ്പം മൾട്ടി ലെയേർഡ് ആയിട്ടാണല്ലോ. അപ്പം റൈറ്റർ എന്നുള്ളൊരു ജേർണി ഉണ്ട്, ആക്ടർ എന്നുള്ള ജേർണി ഉണ്ട്. ശാന്തിയുടെ ഒരു മുന്നോട്ടുള്ള എനിക്കൊന്ന് പിന്നെ മൾട്ടിപ്പിൾ പ്രോജക്ട്സിൽ എഴുത്തായിട്ടുണ്ട്. എന്താണ് തുടർന്നുള്ള ജേർണി? എങ്ങനെയാണ്? ഒരു പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഓൾ ത്രൂ മൈ ലൈഫ് അച്ഛൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നത്, യു ആർ എ ഡ്രിഫ്റ്റിംഗ് ലോഗ്, യു ജസ്റ്റ് ഗോ വേർ ദ കറന്റ് ടേക്സ് യു. ദാറ്റ്സ് ട്രൂ. ഞാൻ പലതവണ ഞാൻ കരിയർ പിവട്സ് നടത്തിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ കുറെ നാള് ഭയങ്കര എനർജിയോട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഹവ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസൈഡഡ് നോ ദിസ് ഇസ് നോട്ട് ഫോർ മീ എനിമോർ. That could happen here also. I don't know that I will be an actor forever, or I will be a writer forever. I might just decide not to do it after a point if it is not fulfilling for me. Currently ഈ സ്പേസ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്ക്. ഇപ്പോ ആക്ച്വലി ഈ ഓണക്കാലം എസ്പെഷ്യലി ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം ലോക 28th റിലീസായി, 29th 4 സംഘം റിലീസായി, പിന്നെ 6th 7th ബൈ ബൈ ബൈപ്പാസ് നാടകം നടക്കുന്നു. അപ്പോൾ അതിന്റെ റിഹേഴ്സൽസും ഇതിന്റെ കൂടെ നടക്കുന്നു. സോ ഇത്രയും പാക്ഡ് ആയിട്ടുള്ള കെയോട്ടിക് ആയിട്ടുള്ള ബട്ട് ക്രിയേറ്റീവ്ലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള വേറൊരു പീരീഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് ടു ബി വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ, then we on stage and on screen as an actor. I don't know, I feel very lucky. I'm also like very overwhelmed by all of it. പക്ഷേ ഇത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. And I think that's all because I've met the right people who all are passionate about whatever they are doing. For Krishanthinte കൂടെ വർക്ക് ചെയ്യുമ്പോൾ he's such a passionate filmmaker. The way he conceives things, the way he executes them, ഇതിനൊക്കെ ഒരു unique touch ഉണ്ട് Krishanthinte. And it's been fascinating working and seeing the work culture he has on set. ഇത് ഞാൻ ഡൊമിനിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ Krishanth is also someone who's very mindful about how people experience the set. അപ്പൊ ആ കൊളാബറേറ്റീവ് എക്സ്പീരിയൻസ് എല്ലാവർക്കും, വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, നോട്ട് ജസ്റ്റ് ദി ആക്ടേഴ്സ് ആൻഡ് ദ ക്രൂ, ഐ മീൻ ആ സെറ്റിലുള്ള എല്ലാവർക്കും പോസിറ്റീവ് ആയിരിക്കണം എന്ന് ഉള്ള ഇന്റൻഷൻ ഉള്ളൊരു ആളാണ്. സോ ഹീസ് ബിൽഡിംഗ് എ ടീം ലൈക്ക് ദാറ്റ്. ദാറ്റ് ഓൾസോ ചേഞ്ചസ് ദ കൾച്ചർ ഓഫ് സെറ്റ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്നതാണത്. പിന്നെ റോഷന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ റോഷൻ ഹാസ് സോ മച്ച് ക്ലാരിറ്റി ആൻഡ് സോ മച്ച് ലവ് ഫോർ ഹിസ് ക്രാഫ്റ്റ്, ആൻഡ് ദാറ്റ് ഓൾവേസ് ഷൈൻസ് ത്രൂ നോ മാറ്റർ വാട്ട് വി ആർ ഡൂയിങ്. ഇന്നലെ ഞങ്ങൾ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പൊ നമ്മള് നാടകത്തിന്റെ 8 ഷോസ് ചെയ്തു. 9ാമത്തെയും 10ാമത്തെയും ഷോ ചെയ്യുമ്പോഴത്തേക്കും we are still discovering new things because he is coming up with new ways for us to explore our characters and the scenes. ഇന്നലെ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു ആക്ടേഴ്സ് ആയിട്ട്. അപ്പൊ
ലൈക്ക് ഹേ ഇതെന്തായിരുന്നു, ഇത് ഇല്ലായിരുന്നല്ലോ, ദിസ് ഇസ് ലൈക്ക് നൈസ്. ഇപ്പൊ ഓരോ ഷോവും ആ പ്ലേ ഇങ്ങനെ ഇവോൾവ് ആയി വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ ഈവൻ ദോ വി ആർ ഡൂയിങ് ദ സെയിം സ്റ്റോറി, അതിൽ പ്രസന്റേഷനിൽ വരുന്ന മൈനർ ചേഞ്ചസ് പോലും ആസ് ആക്ടേഴ്സ് ഇറ്റ്സ് ഗിവിംഗ് അസ് എ ലോട്ട് ഓഫ് ജോയ്. ഐ മീൻ ഇന്നലെ ഇതിങ്ങനെ ഈ ഓരോ സ്ട്രാറ്റജീസ് ഹി ടെൽസ് us to try different things, അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ I was like, Rosha, I really want to open your brain and peek through it. ഇത് എങ്ങനെയാണ് ഇത്രയും ക്ലാരിറ്റിയോടെ കുറെ 4 ആക്ടേഴ്സോ 8 ആക്ടേഴ്സ് വരെ ഒരു സ്റ്റേജിൽ ഒരേ സമയത്തുണ്ട് അതിൽ. അപ്പൊ ഓരോ ആൾക്കാർ ചെയ്യുന്നത് നോട്ടീസ് ചെയ്ത് അത് എങ്ങനെയാണ് അതിന്റെ തോട്ടിന് ക്ലാരിറ്റി കൊണ്ടുവരിക, അതിന്റെ മൂവ്മെന്റിന് ക്ലാരിറ്റി കൊണ്ടുവരിക, ഇതൊക്കെ ലൈക്ക് യുനോ ഹീസ് എൻ എക്സെപ്ഷണൽ ഡയറക്ടർ. ലൈക്ക് ഐ മീൻ ദ ഹോൾ ടീം വി റിയലി എൻജോയ് വർക്കിംഗ് വിത്ത്. റോഷൻ പറയും എന്നെ ഡയറക്ടറിന് വിളിക്കേണ്ട, ഫെസിലിറ്റേറ്റർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. ബട്ട് ഹീസ് റിയലി ലൈക്ക് ഹാസ് ക്രിയേറ്റഡ് എ ഗ്രൂപ്പ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ഹൗ ടു വർക്ക് വിത്ത് ഈച്ച് അതർ. ലോകം നിങ്ങളൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു, അതിന് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാക്കി, അതൊരു എന്താ പറയുക ഒരു ഹ്യൂജ് സക്സസ് ആവുന്ന സമയത്ത് ഉറപ്പായും ഇനി അതിനേക്കാൾ ഹ്യൂജായ റെസ്പോൺസിബിലിറ്റി ആ ചാപ്റ്റർ തുടരുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതിൻ്റെ ഇത്രയും ഡിമാൻഡ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിന്റെ തുടർച്ച, എന്താണ് അത് ഇപ്പോൾ ഉള്ളൊരു ഐഡിയ എങ്ങനെയാണ്? സെക്കൻഡ് പാർട്ടിന് ശരിക്കും ഇപ്പോ ആരായിരിക്കും എന്നും ആ കഥ എന്താണെന്നുള്ളതിന് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ട്. വി ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ലൈക്ക് the screenplay. നെക്സ്റ്റ് അതിലേക്ക് കടന്നു. അതിന്റെ പാരലി കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ കുറച്ച് സാധനങ്ങൾ ഇപ്പോ I think we'll introduce the characters and all of that. But yeah, it is a big responsibility now. I think we are all a bit taken aback by the love that we have received, and yes, it does create a sense of responsibility. But I think what ഞാനും ഡൊമിനിക്കും ഇതിന്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് is that we have not made a perfect film. We have lots to improve and lots to learn. So we'll use this time to just figure out how to get better at our craft so that we can continue to tell the stories that we want to tell. So Dominic's uddesham was to create a film that he would like to watch. അപ്പോൾ ആ ഉദ്ദേശത്തിനോട് തന്നെ ഓണസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് ഇനിയും താല്പര്യം. ബിക്കോസ് ഐ തിങ്ക് ആ ഓണസ്റ്റി ആണ് സംവെയർ ഹാസ് ട്രാൻസ്ലേറ്റഡ് to the success, because ഓഡിയൻസിന് ഇത് വേണമായിരിക്കും, അത് കാരണം ഇത് കൊടുക്കാം എന്നുള്ള രീതിയിലല്ല ഈ സ്ക്രിപ്റ്റ്. ശരിക്കും അതിലൊരു എക്സ്പെരിമെന്റൽ ആംഗിൾ തന്നെ ഉണ്ട് ഈ ഫുൾ പ്രോജക്റ്റിന്. ഇത് വർക്ക് ആവോ ഇല്ലയോ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സ്പേസ് ആയിരുന്നു. വർക്ക് ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ബട്ട് നൗ ഐ തിങ്ക് വി റിയലി നീഡ് ടു പുട്ട് അവർ ഹെഡ്സ് ഡൗൺ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വി continue to tell the stories that we want to tell without taking on additional pressure to and the structure a narrative according to what people might expect. Thank you. Thank you so much. Thank you.